أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അള്ളാഹുവിൻ്റെ അനുഗ്രഹവർഷം. അള്ളാഹുവിൻ്റെ വാഗ്ദാനമനുസരിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സത്യദാസന്റെ ജമാഅത്തിൽ എല്ലാ ദിവസവും വർഷിച്ചുകൊണ്ടിരിക്കുന്നു. അതേക്കുറിച്ച് ജലസയുടെ റിപ്പോർട്ടിൽ പരാമർശിക്കാറുണ്ട്. അന്ന് ഞാൻ എല്ലാം ചുരുങ്ങിയ സമയം കൊണ്ട് വിവരിക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞിരുന്നു. എങ്ങനെയാണ് അള്ളാഹു അനുഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് ജനങ്ങളുടെ ഹൃദയങ്ങളെ ജമാഅത്തിനെ സംബന്ധിച്ച് തുറക്കുന്നത്, എങ്ങനെയാണ് അവൻ വിശ്വാസത്തെ സുദൃഢമാക്കുന്നത്, എങ്ങനെയാണ് ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നത് എന്നിവ സംബന്ധിച്ച് നിരവധി സംഭവങ്ങൾ ആളുകൾ എഴുതി അയച്ചു തന്നുകൊണ്ടിരിക്കുന്നു. അവയിൽ ചിലത് ഞാൻ ഇന്ന് വിവരിക്കുന്നതാണ്. കാരണം ഈ സംഭവങ്ങൾ നിരവധി അഹമ്മദികളുടെ ഹൃദയങ്ങളിൽ വിശ്വാസവർദ്ധനവിന് നിദാനമായി തീരുന്നു. അള്ളാഹു എങ്ങനെയാണ് വിവിധ മാർഗങ്ങളിലൂടെ ശുദ്ധ പ്രകൃതരായ ആളുകളെ ജമാഅത്തിൽ കൊണ്ടുവരുന്നത്, പുതിയ ജമാഅത്തുകൾ സ്ഥാപിക്കുന്നത്, ഇത് സംബന്ധിച്ച് കാങ്ക കോൺഷാസയിൽ ലോക്കൽ മിഷണറി ഹമീദ് സാഹിബ് എഴുതുന്നു. ഇവിടെ നമ്മുടെ FM റേഡിയോ ഉണ്ട്. ഉബൈറ പട്ടണത്തിൽ നമ്മുടെ റേഡിയോ പ്രോഗ്രാമുകൾ കേട്ടപ്പോൾ ലോക്കൽ ഇമാം ഈസ സാഹിബ് നമ്മെ ബന്ധപ്പെടുകയുണ്ടായി. തുടർന്ന് മിഷൻ ഹൗസിലെത്തി ജമാഅത്തിൻ്റെ സന്ദേശം മനസ്സിലാക്കുകയും ബയ്യത്ത് ചെയ്യുകയുമുണ്ടായി. ബയ്യത്ത് ചെയ്യുക മാത്രമല്ല, തൻ്റെ ഗ്രാമമായ കലീബ അന്ധേരിയിൽ തബ്ലീഗും ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ തബ്ലീഗിൻ്റെ ഫലമായി 24 ആളുകൾ അഹമ്മദിയത്തിൽ പ്രവേശിച്ചു. നമ്മുടെ കേന്ദ്ര മുബല്ലിഗ് അവിടെ പര്യടനം നടത്തിയപ്പോൾ വീണ്ടും 8 ആളുകൾ ബയ്യത്ത് ചെയ്തു. അങ്ങനെ അവിടെ ജമാഅത്ത് സ്ഥാപിതമായി. ഒരു ഭാഗത്ത് ഇവിടെ സ്ഥൽപ്രകൃതമുള്ള ഇമാമിന് സന്ദേശം കേട്ടപ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി. മറുഭാഗത്ത് പാകിസ്ഥാനിലെ ഉലമാക്കൾക്ക് എതിർക്കുക എന്നല്ലാതെ മറ്റൊന്നും അറിയില്ല. കാങ്കോ കോൺഷാസയിലെ സംസ്ഥാനമായ മായിൻ ദോംബെയിലെ ഒരു ഗ്രാമത്തിൽ മൗലമായ ഉമർ മുനവർ സാഹിബിനെ തബ്ലീഗിന് വേണ്ടി അയച്ചിരുന്നു. വഹാബി മുസ്ലിങ്ങളുടെ ഒരു മസ്ജിദിലും അദ്ദേഹം പോവുകയുണ്ടായി. ജനങ്ങൾക്കിടയിൽ നോട്ടീസ് വിതരണം ചെയ്തു. എന്നാൽ ചില വിദ്രോഹികളായ ചെറുപ്പക്കാർ പള്ളിക്ക് പുറത്തു വന്ന് ബഹളം കൂട്ടാനും കല്ലെറിയാനും തുടങ്ങി. ആഫ്രിക്കയിൽ വിദ്യാഭ്യാസമില്ലാത്ത ആളുകളായതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ കേൾക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അവിടെയും എതിർപ്പുണ്ട്. മൊല്ലിൻ സാഹിബ് കല്ലുകളിൽ നിന്ന് രക്ഷപ്പെട്ട് ജനങ്ങൾക്ക് നോട്ടീസ് വിതരണം ചെയ്തുകൊണ്ടിരുന്നു. ജനങ്ങൾ ഇവരുടെ സബറും സഹിഷ്ണുതയും കണ്ടപ്പോൾ ഏറെ പ്രഭാവിതരായി. അവിടെ നിന്ന് പുറത്തു പോയിരുന്ന ആളുകൾ ഈ കാരണം കൊണ്ട് തന്നെ വീണ്ടും മസ്ജിദിലെത്തി. ഇവർ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു. ജമാഅത്തിനെ പറ്റി ചോദ്യങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചു. ചോദ്യങ്ങൾക്ക് മറുപടി നൽകി.
വാചാലനായി സംസാരിച്ചിരുന്ന ദ്രോഹിയായ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങൾ ലണ്ടനിൽ പോയിട്ടാണ് ഹജ്ജ് ചെയ്യാറുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഹജ്ജും മക്കയിലാണ് ചെയ്തത്. മൗലവി സാഹിബ് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഹജ്ജ് ചെയ്തിട്ടുണ്ട്? അയാൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതു മുതൽ ആയുഷ്കാലം മുഴുവനും ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൗലവി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹജ്ജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. മസ്ജിദിൽ ഇരിപ്പുണ്ടായിരുന്ന ഇമാമും മറ്റു പ്രായമുള്ള ആളുകളും ആ യുവാവിനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളൊക്കെ ഇവിടെ ഫസാദ് ഉണ്ടാക്കുകയാണ്. ഏതായാലും കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ ലജ്ജിതരായി അവിടെ നിന്ന് പോയി. ചില ആളുകളും ഇമാം സാഹിബും അഹമ്മദിയ സംഘത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ അദ്ദേഹത്തെ കൂടാതെ മറ്റ് 2 ഇമാമുമാരും മറ്റ് ചില ആളുകളും ഉണ്ടായിരുന്നു. അങ്ങനെ 40-42 ആളുകൾ ജമാഅത്തിന്റെ തബ്ലീഗിൽ ആകർഷകരായി ബയ്യത്ത് ചെയ്തു. ഇവിടെയും പുതിയൊരു ജമാഅത്ത് സ്ഥാപിതമായിരിക്കുന്നു. ഗിനി ബസായിലെ ഇമാം തമാനെ പറയുന്നു, ഇന്ന് വരെ ഞങ്ങൾ ജമാഅത്തിനെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ടായിരുന്നത് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും ഖുറാനെയും ഹദീസിനെയും അംഗീകരിക്കുന്നില്ല എന്നാണ്. എന്നാൽ ഇന്ന് ഞങ്ങൾ ജൽസ പ്രോഗ്രാമുകൾ കണ്ടു. ഈ ജൽസയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ ഖലീഫയെ കാണുകയും ശ്രവിക്കുകയും ചെയ്തു. അദ്ദേഹം അള്ളാഹുവിൻ്റെയും ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും ഖുറാന്റെയും ഹദീസിൻ്റെയും അധ്യാപനങ്ങളാണ് പറയുന്നത്. ജമാഅത്തിനെതിരിൽ വ്യാജമായ പ്രൊപ്പഗണ്ടയാണ് നടക്കുന്നതെന്ന് ഇതിൽ നിന്ന് മനസ്സിലായി. എപ്പോഴും ദൈവിക ജമാഅത്തുകൾക്കെതിരിൽ വ്യാജാരോപണങ്ങൾ ഉണ്ടാകാറുണ്ട്. അതേ പള്ളിയിലെ ഇമാം സാഹിബ് പറയുന്നു, ഞാൻ ഇന്ന് അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിക്കുകയാണ്. ഞാൻ എൻ്റെ എല്ലാ ആളുകൾക്കും തബ്ലീഗ് ചെയ്യുന്നതുമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം തബ്ലീഗ് ചെയ്യുകയും പുതിയ ജമാഅത്തുകൾ സ്ഥാപിതമാകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ചുരുക്കത്തിൽ നമ്മുടെ എതിരാളികൾ പാകിസ്ഥാനിൽ ഉള്ളവരാണെങ്കിലും കേവലം എതിർക്കാൻ വേണ്ടി എതിർപ്പ് പ്രകടിപ്പിക്കരുത്. മറിച്ച് ഞങ്ങളുടെ അധ്യാപനങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും പിന്നെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുക. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമും ഇതുതന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ വെറുതെ എതിർക്കരുത്, ഞാൻ പറയുന്നത് ആദ്യം കേൾക്കുവിൻ. എതിർപ്പുകൾ ഉണ്ടായിട്ടും അള്ളാഹു എങ്ങനെയാണ് നമ്മെ സഹായിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ലൈബീരിയയിലെ അമീർ സാഹിബ് എഴുതുന്നു, 2 വർഷം മുമ്പ് നിംബ കൗണ്ടിയയിലെ ഒരു പട്ടണമായ ഗീന ഗാലയിൽ കുറച്ചാളുകൾ അഹമ്മദിയത്തിൽ പ്രവേശിച്ചു. ആദ്യം അവർ ക്രിസ്ത്യാനികളോ നാസ്തികരോ ആയിരുന്നു. ബയ്യത്തിന് ശേഷം അവരുടെ തർബീയത്തിനും നമസ്കാരത്തിനും ഒരു വീടിന്റെ വരാന്തയിൽ സംവിധാനം ചെയ്യുകയുണ്ടായി. ലോക്കൽ മുബല്ലിഗ് മുർത്തല്ല സാഹിബ് നമസ്കാരത്തിന് ശേഷം അള്ളാഹു നമുക്ക് മസ്ജിദ് ഉണ്ടാക്കാൻ ഉചിതമായ ഒരു സ്ഥലം നൽകുന്നതിന് വേണ്ടി അവിടെയുള്ളവരോട് ദുആക്ക് ആഹ്വാനം നൽകുകയുണ്ടായി. ഈ പ്രദേശം ക്രിസ്തീയരുടെയും നാസ്തികരുടെയും കേന്ദ്രമാണ്. ഇവിടെ മുസ്ലിങ്ങളെ നല്ലവരായി കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ മസ്ജിദിനു വേണ്ടി സ്ഥലം കിട്ടുന്ന കാര്യം പ്രയാസമായിരുന്നു. സംസാരം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിർമ്മതവാദിയും ദൈവാസ്തിക്യത്തിൽ വിശ്വാസമില്ലാത്തയാളുമായ മിസ്റ്റർ ഡഹൻ എന്നു പേരുള്ള ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഈ മിഷണറി നമ്മുടെ ഗ്രാമത്തിൽ വന്ന കാലം മുതൽ അദ്ദേഹത്തിൽ സൽസ്വഭാവം മാത്രമാണ് കണ്ടിട്ടുള്ളത്. എല്ലാവരെയും കാണുകയും ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുകയും എന്തിനധികം ദൈവത്തിൽ വിശ്വസിക്കാത്ത മുഴുക്കുടിയനായ എൻ്റെ അടുത്ത് വന്നും വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. എനിക്ക് ഇത്തരം സൽസ്വഭാവം നേരത്തെ എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ പക്കൽ ഒരു പ്ലോട്ടുണ്ട്. അതിൽ ഞാൻ വീട് വെക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ആ പ്ലോട്ട് മസ്ജിദിനു വേണ്ടി നൽകുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ബയ്യത്ത് ചെയ്തു. മദ്യം പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തു. ഇത്തരം വിപ്ലവം ഉണ്ടാവുകയും ആത്മാർത്ഥതയിൽ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം തികച്ചും മറ്റൊരു മനുഷ്യനായി മാറിയത് ജനങ്ങൾ കാണുകയുണ്ടായി. ഇവിടെ മസ്ജിദ് നിർമ്മാണവും ആരംഭിച്ചു.
ജനങ്ങൾ മസ്ജിദ് ഉണ്ടാക്കാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ചീഫിന്റെ അടുക്കൽ പരാതിയുമായി എത്തി. എന്നാൽ മിസ്റ്റർ ഡഹൻ വളരെ ധൈര്യപൂർവ്വം പറഞ്ഞു, ഞാൻ മസ്ജിദിന് വേണ്ടിയാണ് സ്ഥലം കൊടുത്തത്, ഇവിടെ മസ്ജിദ് ഉണ്ടാക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഈ മസ്ജിദ് പൂർത്തിയായി. ഇത് ഈ പ്രദേശത്തുള്ള ആദ്യത്തെ മസ്ജിദാണ്. അതിന്റെ പേര് മസ്ജിദ് നൂർ എന്നാകുന്നു. ഇങ്ങനെ അമുസ്ലിങ്ങളും അള്ളാഹുവിൽ വിശ്വസിക്കാത്ത നിരീശ്വരവാദികളും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുക മാത്രമല്ല, ഇസ്ലാമിനെ സത്യസന്ധമായി അംഗീകരിക്കുകയും ചെയ്യുന്നു. ബറോണ്ടിയിലെ ഒരു പ്രദേശമാണ് നയാ നസീലാക്ക്. ഇവിടെ ജമാഅത്തിന് നല്ലപോലെ എതിർപ്പുണ്ട്. ഈ പ്രദേശത്തുള്ള സുന്നി മസ്ജിദ് ഇമാം ജമാഅത്തിന്റെ മസ്ജിദിനെ അടപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ നിലയ്ക്കും പരിശ്രമിച്ചു കൊണ്ടിരുന്നു. അതിനുവേണ്ടി അവർ സർക്കാർ അധികാരികളെയും കാണുകയുണ്ടായി. പക്ഷെ അയാളുടെ ഒന്നും ഫലവത്തായില്ല. നമ്മുടെ മൂല്യമായ ഹംസ അൻഡോവേന സാഹിബിനെ അനഹ്മദി മസ്ജിദിലെ ഇമാം ചോദ്യോത്തരത്തിന് വേണ്ടി ക്ഷണിച്ചു. ചോദ്യോത്തരത്തിൽ ഈസാ നബിയുടെ മരണത്തിൽ ചർച്ച തുടങ്ങി. മൗല്യം സാഹിബ് ഈസാ നബിയുടെ മരണം വിശുദ്ധ ഖുർആന്റെ തെളിവുകൾ മുഖേന സ്ഥാപിച്ചപ്പോൾ നാമമാത്ര ഉലമാക്കൾക്ക് മറുപടി നൽകാൻ കഴിഞ്ഞില്ല. പിന്നെ മൗല്യം സാഹിബുമായി വഴക്ക് തുടങ്ങുകയും ജമാഅത്തിനുമേൽ കുഫർ ഫത്വ ആരോപിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ക്രിസ്ത്യൻ എഴുന്നേറ്റ് നിന്ന് ജമാഅത്തിന്റെ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് അനഹമ്മദി മൗലവിയോട് പറഞ്ഞു, അഹമ്മദിയ ജമാഅത്ത് മുസ്ലിങ്ങളാകുന്നു, നിങ്ങളുടെ ഇസ്ലാം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇവരുടേതാണെങ്കിൽ എന്തു പറയുന്ന കാര്യവും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മറുഭാഗത്ത് പ്രസ്തുത പള്ളിയിലെ മൗലവിമാർക്കിടയിൽ തന്നെ ശണ്ടയും തുടങ്ങി. തുടർന്ന് സർക്കാരിന് ഇടപെടേണ്ടി വരികയും അവരുടെ മസ്ജിദ് 3 മാസത്തേക്ക് സർക്കാർ സീൽ ചെയ്യുകയുമുണ്ടായി. നമ്മുടെ മസ്ജിദ് അടപ്പിക്കുന്നതിന് വേണ്ടി നടന്നവരുടെ മസ്ജിദ് തന്നെ അവസാനം ആ അവസ്ഥ വന്നു ചേരുകയുണ്ടായി. ഇപ്പോൾ ഈ രീതി നാമമാത്രമായ ഉടമാക്കൾ ഗൂഢാലോചനയുടെ ഭാഗമായി എല്ലാ സ്ഥലത്തും അഹമ്മദികളുടെ മസ്ജിദ് അടപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ചിരിക്കുന്നു. പാകിസ്ഥാനിൽ അല്ലെങ്കിൽ പാകിസ്ഥാനെ പോലെ മസ്ജിദുകൾ അടയ്ക്കുന്നില്ലെങ്കിൽ അവയുടെ മിനാരങ്ങളും മിഹ്റാബുകളും തച്ചുടയ്ക്കുന്നു. പാകിസ്ഥാനിലെ നിയമത്തിൽ അഹമ്മദികൾക്ക് മിനാരമുണ്ടാക്കാൻ അനുവാദമില്ലെന്ന് എവിടെയും എഴുതിയിട്ടില്ല. എന്നാൽ സർക്കാർ ഈ മൗലവിമാർക്ക് മുന്നിൽ, നാമമാത്ര ഉലമാക്കൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ നിർബന്ധിതരാകുന്നു. ഏതായാലും ഇവർ എല്ലാ നിലയ്ക്കും ഏതെങ്കിലും വിധത്തിൽ നഷ്ടമുണ്ടാക്കാൻ പരിശ്രമിക്കുന്നു. എന്നാൽ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഇവർ സ്വയം നശിച്ചൊടുങ്ങുന്നതാണ്. പാകിസ്ഥാനിൽ നമുക്ക് വിശുദ്ധ ഖുർആൻ പ്രസിദ്ധീകരണത്തിൽ വിലക്കുണ്ട്. തർജ്ജമയുടെ പ്രശ്നം തന്നെ ഉദിക്കുന്നുമില്ല. പ്രസിദ്ധീകരിക്കുന്നത് പൊറുക്കപ്പെടാൻ പറ്റാത്ത കുറ്റമാണ്. സാധാ ഖുർആനും അങ്ങനെ തന്നെ. മാത്രമല്ല, എന്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ശ്രവിച്ചു എന്ന പേരിലും റെക്കോർഡിങ്ങിൽ എന്തുകൊണ്ട് വെച്ചു എന്ന പേരിലും കേസെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കഠിനമായിക്കൊണ്ടിരിക്കുന്നു. ഇത് നാമമാത്ര മുസ്ലിങ്ങളുടെ ഇസ്ലാമാണ്. മുല്ലാക്കൾ ദീനിനെ വികലമാക്കി വെച്ചിരിക്കുന്നു. ഇതിനു പകരമായി അള്ളാഹു നമുക്ക് എങ്ങനെയാണ് വഴികൾ തുറന്നു തരുന്നതെന്നും നമ്മൾ ലോകത്ത് എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പ്രചരിപ്പിക്കുന്നതെന്നും നോക്കുക. നമ്മുടെ ഖുർആൻ പ്രത്യേകിച്ചും എല്ലാ സ്ഥലത്തും ഇഷ്ടപ്പെടുന്നു. ഏത് ഭാഷയിലുള്ള തർജ്ജമയാണെങ്കിലും അത് ജനങ്ങളുടെ ശ്രദ്ധയാകർഷിക്കുന്നു. തൻസാനിയയിലെ ദാറുസലാമിലുള്ള മൗല്യം പറയുന്നു, ഒരു സ്ഥലത്ത് നോട്ടീസ് വിതരണത്തിന് പോയതായിരുന്നു. പുസ്തകങ്ങളും വിൽപ്പന നടത്തിയിരുന്നു. ഇതു മുഖേന തബ്ലീഗ് ബന്ധങ്ങളിലും വർധനമുണ്ടാകുന്നു. പറയുന്നു, ഒരു ദിവസം എനിക്ക് 30 കിലോമീറ്റർ അകലെയുള്ള ഒരു അനഹമ്മദിയുടെ ഫോൺ വന്നു. അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആൻ സ്വാഹിലി തർജ്ജമ വാങ്ങാൻ ആഗ്രഹമുള്ളതായി പറഞ്ഞു. മൗലവി സാഹിബ് പറഞ്ഞു, വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ സമീപ പ്രദേശങ്ങളിലും കിട്ടുന്നതാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അഹമ്മദികളുടെ തർജ്ജമയും വ്യാഖ്യാനവുമാണ് താല്പര്യം. മറ്റുള്ളവരും ചെയ്തിട്ടുണ്ടാകാം, പക്ഷെ എനിക്ക് ജമാഅത്തിന്റെ തർജ്ജമയാണ് ഇഷ്ടം. കാരണം ഇതാണ് ബുദ്ധി അംഗീകരിക്കുന്നത്. അതുകൊണ്ട് അത് തന്നെ വാങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
മാലിയിലെ മുബല്ലിഗ് ബിലാൽ സാഹിബ് പറയുന്നു, ജമാഅത്തിന് വിശുദ്ധ ഖുർആൻ എക്സിബിഷൻ നടത്താൻ തൗഫീക്ക് ലഭിച്ചു. ഒരു വിദ്യാർത്ഥി സ്റ്റാളിൽ വന്നു. അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആൻ ഫ്രഞ്ച് തർജ്ജമയെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നിലവിലുള്ള തർജ്ജമകളിൽ ജമാഅത്ത് ഇറക്കിയ ഫ്രഞ്ച് തർജ്ജമയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അയാൾ പറഞ്ഞു, അയാളുടെ വീട്ടിലും വിശുദ്ധ ഖുർആൻ ഫ്രഞ്ച് തർജ്ജമയുണ്ട്, അത് ജമാഅത്തിന്റെ തർജ്ജമയേക്കാളും നല്ലതാണ്. അയാൾ അത് പറഞ്ഞ് വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് വിശുദ്ധ ഖുർആനുമായി വന്നു. അനഹമ്മദി തർജ്ജമയാണ് നല്ലതെന്ന് തെളിയിക്കാൻ 1 മണിക്കൂറിലധികം സമയമെടുത്ത് 2 തർജ്ജമയും തമ്മിൽ താരതമ്യം ചെയ്യാൻ തുടങ്ങി. അയാൾ നീതിമാനായിരുന്നു. അവസാനം നിർബന്ധിതാവസ്ഥയിൽ പറഞ്ഞു, ജമാഅത്തിന്റെ തർജ്ജമ വളരെ നല്ലതാണ്, ഖുർആൻ മനസ്സിലാക്കാൻ ഇത് മുഖേന ഏറെ എളുപ്പമാണ്. പിന്നെ വിശുദ്ധ ഖുർആന്റെ ഒരു പ്രതിയും വാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം പോയത്. ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനവും അള്ളാഹുലുള്ള വിശ്വാസവും എങ്ങനെയാണ് ജമാഅത്തിന്റെ പാഠങ്ങളും ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ സാഹിത്യങ്ങളും മുഖേന മുസ്ലിങ്ങളിലും രൂഢമൂലമാകുന്നതെന്ന് ശുദ്ധ പ്രകൃതരായ ആളുകൾ എങ്ങനെയാണ് അതിൽ പ്രഭാവിതരാകുന്നതെന്നും നോക്കുക. ഒരു സംഭവം കേൾപ്പിക്കാം. ജോഹാട്ട് ബുക്ക് ഫെയറിൽ ഒരു സുഹൃത്ത് ജലൂമൂസ് സാഹിബ് വന്നിരുന്നു. ഇദ്ദേഹം കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. അദ്ദേഹം സ്റ്റാളിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ ഫോട്ടോയും ജമാഅത്തി ഗ്രന്ഥങ്ങളും നോക്കുകയായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുബല്ലിഗിനോട് നിറകണ്ണുകളുമായി പറഞ്ഞു, ഞാൻ ഇന്ന് ഒരു മുസ്ലിം എന്ന നിലയിൽ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നുവെങ്കിൽ അത് അഹമ്മദിയ ജമാഅത്ത് കാരണം മാത്രമാണ്. ജമാഅത്ത് എനിക്ക് വലിയ ഔദാര്യമാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ അഹമ്മദിയാണോ? നിങ്ങൾക്ക് ജമാഅത്ത് എന്ത് ഔദാര്യമാണ് ചെയ്തിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അഹമ്മദിയല്ല, ഞാൻ മതത്തിൽ നിന്ന് അകന്ന് നാസ്തികനായി മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ പിതാവിൻ്റെ അടുക്കൽ ജമാഅത്തിൻ്റെ കുറേ പഴയ പുസ്തകങ്ങളുണ്ടായിരുന്നു. അത് ഹദ്റത്ത് മിർസ ഗുലാം മുഹമ്മദ് സാഹിബ് ഖാദിയാനിയുടേതായിരുന്നു. ആ പുസ്തകങ്ങൾ ഞാൻ വായിക്കാൻ തുടങ്ങി. പ്രസ്തുത പുസ്തകങ്ങളിൽ ഹദ്റത്ത് മിർസ സാഹിബ് അള്ളാഹുവിനെ സംബന്ധിച്ച് സമർപ്പിച്ച തെളിവുകൾ എൻ്റെ കണ്ണുകൾ തുറക്കാൻ നിമിത്തമായി. എനിക്ക് അതിനൊന്നും മറുപടി ഇല്ലാതായി. എനിക്ക് ദൈവാസ്തികത്തിൽ വിശ്വാസം വന്നു തുടങ്ങി. ഇങ്ങനെ നാസ്തികരായ ആളുകളും അഹമ്മദിയ സാഹിത്യങ്ങൾ മുഖേന തങ്ങളുടെ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുന്നു. തുടർന്ന് പറഞ്ഞു, ഇപ്പോൾ ഞാൻ അഹമ്മദിയ ജമാഅത്തിന്റെ വെബ്സൈറ്റ് വായിച്ചു കൊണ്ടിരിക്കുന്നു. അഹമ്മദിയ ജമാഅത്ത് ഇസ്ലാമിനെ പിന്തുണച്ചുകൊണ്ട് സമർപ്പിക്കുന്ന തെളിവുകൾ മുഖേന വിശ്വാസം സുദൃഢമായി തീരുന്നു. തൻ്റെ അറിവ് വർദ്ധിക്കുന്നുവെന്നും അഹമ്മദിയ ജമാഅത്ത് കാരണം ഞാൻ ഇന്ന് മുസ്ലിമാണെന്നും പറയുകയുണ്ടായി. പാശ്ചാത്യ രാജ്യങ്ങളിൽ വിശുദ്ധ ഖുർആനെ അവഹേളിച്ചു കൊണ്ടിരിക്കുന്നു. സ്വീഡൻ, ഡെൻമാർക്ക് മുതലായ സ്ഥലങ്ങളിൽ അവിടെ ഇസ്ലാമിന്റെ സുന്ദര അധ്യാപനങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈ എതിരാളികളുടെ നിലപാടിൽ മാറ്റം വരുന്നു. ചുരുക്കത്തിൽ ഇന്ന് അഹമ്മദിയ ജമാഅത്ത് മാത്രമാണ് വിശുദ്ധ ഖുർആന്റെ സ്ഥാനമഹാത്മ്യം ഉയർത്താനും അതിന്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ പറഞ്ഞു കൊടുക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തിന്റെ സാഹിത്യങ്ങളുടെയും വിശുദ്ധ ഖുർആന്റെയും എക്സിബിഷൻ നടക്കുകയായിരുന്നു. ഈ പ്രദർശനത്തിൽ വിവിധ വിഷയങ്ങളിൽ ഇസ്ലാമിനെ സംബന്ധിച്ച എക്സിബിഷനും ഉണ്ടായിരുന്നു. വിശുദ്ധ ഖുർആന്റെയും ഹദീസുകളുടെയും ഉദ്ധരണികളും പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിഷയങ്ങളിൽ ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമല്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. അവിടെ വന്ന ഒരു ജർമ്മൻ വനിത പറഞ്ഞു, നിങ്ങളുടെ ജമാഅത്ത് ഇസ്ലാമിനെ വളരെ സരളമായി ഞങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഇസ്ലാമിനെയും വിശുദ്ധ ഖുർആനെയും എതിർക്കാൻ ഇനി കാരണങ്ങളൊന്നുമില്ല. വിശുദ്ധ ഖുർആന്റെ പ്രസിദ്ധീകരണവും ഇസ്ലാമിക അധ്യാപനങ്ങളുടെ സാഹിത്യങ്ങളും എങ്ങനെയാണ് ജനങ്ങളെ സ്വാധീനിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു സംഭവം കേൾപ്പിക്കാം. കോലാഘാട്ട് ബുക്ക് ഫെയറിൽ ഒരു മുസ്ലിം പ്രൊഫസറായ ഷബാന യാസ്മിൻ സാഹിബ നമ്മുടെ സ്റ്റാൾ സന്ദർശിച്ചിരുന്നു. റിപ്പോർട്ട് നൽകുന്നവർ പറയുന്നു, നമ്മുടെ സ്റ്റാൾ കണ്ടപ്പോൾ അവർ സന്തോഷം പ്രകടിപ്പിച്ചു. നേരെ വന്ന് വിശുദ്ധ ഖുർആന്റെ
ആസാമി തർജ്ജമ എടുത്തു. ഈ എക്സിബിഷൻ ആസാമിലാണ് നടന്നിരുന്നത്. തൻ്റെ കൂടെയുണ്ടായിരുന്ന പ്രൊഫസറിനോട് പറഞ്ഞു, ഇന്ന് എൻ്റെ ഒരു സ്വപ്നം പൂർത്തിയായിരിക്കുന്നു. ഞാൻ നീണ്ടകാലമായി വിശുദ്ധ ഖുർആൻ ആസാമി തർജ്ജമ അന്വേഷിക്കുകയായിരുന്നു. എൻ്റെ ഒരു അധ്യാപകൻ എന്നോട് വിശുദ്ധ ഖുർആൻ ആസാമി തർജ്ജമ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ എൻ്റെ പക്കൽ വിശുദ്ധ ഖുർആൻ ആസാമി തർജ്ജമ ഇല്ലാത്തതിനാൽ കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിലെനിക്ക് ലജ്ജയുണ്ടായിരുന്നു. മുസ്ലിം എന്ന നിലയ്ക്ക് എനിക്ക് ഖേദവുമുണ്ടായി. എൻ്റെ അധ്യാപകൻ്റെ വഫാത്തിന് ശേഷം ഇന്ന് എനിക്ക് ഈ വിശുദ്ധ ഖുർആൻ കിട്ടിയിരിക്കുന്നു. ഇതിന് ആയിരക്കണക്കിന് രൂപ വിലയുണ്ടെങ്കിലും ഞാനിത് തീർച്ചയായും വാങ്ങുന്നതാണ്. മുസ്ലിങ്ങളുടെ കയ്യിൽ വിശുദ്ധ ഖുർആനും മറ്റടിസ്ഥാന ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ഇല്ലാത്ത ഇത്തരം വിദൂര സ്ഥലങ്ങളിൽ അഹമ്മദിയ ജമാഅത്ത് ബുക്ക് സ്റ്റാൾ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ ദീനീപരവും ആത്മീയപരവുമായ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നുവെന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്നു. ദീമാജി ബുക്ക് ഫെയറിൽ ബാന്തി ദേബറാസ് എന്നു പേരുള്ള ഒരു സ്ത്രീ വന്നിരുന്നു. ഇവർ ശിവക്ഷേത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേക്കുറിച്ച് പ്രചാരണവും നടത്തുന്നുണ്ട്. അവർ നമ്മുടെ ബുക്ക് സ്റ്റാൾ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. മുസ്ലിങ്ങൾ കുറവുള്ള ഈ സ്ഥലത്തും ഇസ്ലാമിക സ്റ്റാൾ നടക്കുന്നു. അവർ നമ്മുടെ സ്റ്റാളിൽ വന്ന് സംസാരിക്കുകയുണ്ടായി. വളരെ സന്തോഷത്തോടെ തിരിച്ചുപോയി. അടുത്ത ദിവസം സ്റ്റാളിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും പഴങ്ങളുമായിട്ടാണ് അവർ വന്നത്. വിശുദ്ധ ഖുർആൻ കണ്ടപ്പോൾ അവർക്കേറെ സന്തോഷമായി. വിശുദ്ധ ഖുർആൻ വാങ്ങുമ്പോൾ അവർ പറഞ്ഞു, ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഒരു സ്വപ്നമാണ് നിങ്ങൾ സാക്ഷാത്കരിച്ചത്. വിശുദ്ധ ഖുർആൻ വാങ്ങി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുക്കുകയും ചെയ്തു. കിഴക്കൻ യൂറോപ്പിലെ രാഷ്ട്രമായ ചെക്ക് റിപ്പബ്ലിക്കിലെ മുബല്ലിഗ് പറയുന്നു, ഒരു യുവാവ് നമ്മുടെ സ്റ്റാളിൽ വരികയുണ്ടായി. അയാൾ പറഞ്ഞു, ദൈവമുണ്ടെന്ന വിശ്വാസത്തിൽ ഞാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ഏത് മതമാണ് എന്നെ ദൈവത്തിലേക്ക് എത്തിക്കുക എന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ നീണ്ടകാലമായി നിരവധി മതങ്ങളെ പൂർണ്ണമായും വിശകലനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അഹമ്മദിയ ജമാഅത്ത് മാത്രമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിവിധി നൽകുന്നതെന്ന് എനിക്ക് ബോധ്യമായി. അതെൻ്റെ മനസ്സിനും ബുദ്ധിക്കും സമാധാനം നൽകുന്നു. എനിക്കിവിടെ ആത്മീയത അനുഭവപ്പെടുന്നു. ആരാണ് വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളെ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് ഇനി മുല്ലാക്കൾ തന്നെ പറയട്ടെ. അള്ളാഹു എങ്ങനെയാണ് തബ്ലീഗിനുള്ള മാർഗങ്ങൾ തുറന്നു തരുന്നത് എന്ന് നോക്കുക. ഇത് സംബന്ധിച്ചും വിശ്വാസവർദ്ധക സംഭവങ്ങളുണ്ട്. പാകിസ്ഥാനിൽ നമുക്ക് പൂർണ്ണമായ വിലക്കുകളാണുള്ളത്. എന്നാൽ മറ്റ് സ്ഥലങ്ങളിൽ ചില വിലക്കുകൾ ഉണ്ടെങ്കിൽ തന്നെയും അള്ളാഹു എളുപ്പവും ഉണ്ടാക്കി തരുന്നു. ഗിനി ബസായിലെ മുബല്ലിഗ് എഴുതുന്നു, കഴിഞ്ഞ ഡിസംബറിൽ കേബേർഡ് ദ്വീപിൽ പര്യടനം നടത്തുമ്പോൾ ഇവിടെ നമ്മുടെ ഒരു റേഡിയോ സ്റ്റേഷൻ വേണമെന്നും അത് മുഖേന ത്വരിതഗതിയിൽ ജമാഅത്തിന് സന്ദേശം എത്തിക്കാൻ കഴിയുമെന്നും കരുതുകയുണ്ടായി. പക്ഷേ ഒരുപാട് പരിശ്രമിച്ചിട്ടും അവിടെ ജമാഅത്തിനെ രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് റേഡിയോ പ്രോഗ്രാം കിട്ടുന്നുമുണ്ടായിരുന്നില്ല. പറയുന്നു, പര്യടനം കഴിഞ്ഞതിന് ശേഷം ഗിനി ബസായിൽ നിന്ന് നിരവധി ലീഫ്ലെറ്റുകൾ പ്രിന്റ് ചെയ്ത് കബോഡിയയിലേക്ക് അയച്ചു കൊടുത്തു. അതവിടെ വിപുലമായ നിലയിൽ വിതരണം ചെയ്തു. പറയുന്നു, ഒരു സുഹൃത്ത് ലീഫ്ലെറ്റ് വായിച്ചതിന് ശേഷം ജമാഅത്തിന്റെ മിഷൻ ഹൗസിലേക്ക് ഫോൺ ചെയ്തുകൊണ്ട് ജമാഅത്തിനെ സംബന്ധിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ കണ്ടുമുട്ടി. അദ്ദേഹത്തിന് ജമാഅത്തിനെ പറ്റി പറഞ്ഞു കൊടുത്തു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ അധ്യാപനങ്ങൾ റേഡിയോയിലൂടെ കേൾപ്പിക്കുന്നില്ല? അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് റേഡിയോ പ്രോഗ്രാം കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ സ്വന്തം റേഡിയോ സ്റ്റേഷനുണ്ട്, ഞാനതിൻ്റെ ഡയറക്ടറാണ്. നിങ്ങൾക്ക് എൻ്റെ റേഡിയോയിൽ പ്രോഗ്രാം ചെയ്യാവുന്നതാണ്, ജമാഅത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ അള്ളാഹു പുതിയൊരു മാർഗം തുറന്നു തരികയുണ്ടായി. മാലിയിലെ മുബല്ലിഗ് എഴുതുന്നു, മാലി ജൽസ സാലാനയിൽ കോലി കോറോ റീജണിലെ ഒരു ഗ്രാമത്തിൽ നിന്നുള്ള അഹമ്മദ് തോറെ സാഹിബ് വന്നിരുന്നു. അദ്ദേഹം പറയുന്നു,
ഇപ്പോൾ മാലിയിലുള്ള ഒരു സംഘടന നമസ്കാരത്തിനും ഇസ്ലാമിക കാര്യങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകുന്നില്ല. പക്ഷേ എന്നിട്ടും അവർ മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്നു. എന്നാൽ അഹമ്മദികൾ അമുസ്ലിങ്ങളുമാണ്. ഞാൻ ആ സംഘടനയിലെ ഒരംഗമാകുന്നു. പക്ഷെ അദ്ദേഹത്തിന് മനസമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. സൽപ്രകൃതമുള്ള ആളായിരുന്നു. പറയുന്നു, തീർച്ചയായും ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും ആവശ്യമില്ലെന്നും നമസ്കരിക്കേണ്ട ആവശ്യമില്ലെന്നും ഞങ്ങൾ പറയുന്നു. പക്ഷേ എനിക്ക് മനസ്സംതൃപ്തി കിട്ടുന്നില്ല. ഒരു ദിവസം അദ്ദേഹം റേഡിയോ തുറന്നപ്പോൾ അഹമ്മദിയ റേഡിയോയാണ് കിട്ടിയത്. അതിൽ നമസ്കരിക്കേണ്ട രീതി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് അദ്ദേഹം ശ്രദ്ധാപൂർവം ശ്രവിച്ചു. പിന്നീട് അദ്ദേഹം കൂടെ അഹമ്മദിയ റേഡിയോ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ തന്നെയാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ എന്ന് ബോധ്യമായി. എന്നാൽ ഗ്രാമത്തിലുള്ളവർ പറഞ്ഞു, അവരെല്ലാ മുസ്ലിം പണ്ഡിതന്മാരും ഇസ്ലാമിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. പറയുന്നു, ഇവിടെ ആളുകൾ നമസ്കരിക്കുന്നതും തഹജ്ജുദ് അനുഷ്ഠിക്കുന്നതും കണ്ടപ്പോൾ എൻ്റെ മനസ്സിന് തൃപ്തിയായി. എനിക്ക് ദീനിനെ പറ്റി കൂടുതലൊന്നും അറിയില്ല. എന്നാൽ ഇസ്ലാമിനെ പറ്റി അറിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. ഞാൻ അഹമ്മദിയത്തിൽ പ്രവേശിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നതുപോലെ അവസാന ന്യായപ്രമാണ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ വായിക്കുന്നതും കേൾക്കുന്നത് പോലും പാകിസ്ഥാനിൽ അഹമ്മദികൾക്ക് വിലക്കിയിരിക്കുന്നു. വലിയ കുറ്റവുമാണ്. ഈ ഗ്രന്ഥം മുഖേന തന്നെയാണ് അഹമ്മദിയ ജമാഅത്ത് ലോകത്ത് മുഴുവനും ഇസ്ലാമിക സന്ദേശം എത്തിച്ചുകൊണ്ടിരിക്കുന്നതും ലോകത്ത് മാറ്റങ്ങൾ വരുത്തുന്നതും. മൈക്രോനേഷ്യയിലെ മുബല്ലിഗ് സർജിൽ സാഹിബ് പറയുന്നു, കുറച്ചു മുമ്പ് സൈമൺ ഡേഗൻ എന്ന പേരുള്ള ഒരാൾ നമ്മളുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ വാങ്ങിയിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ഒരു ദിവസം അവിചാരിതമായി അദ്ദേഹത്തിന്റെ മെസ്സേജ് വന്നു. മസ്ജിദിൽ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ ആയുഷ്കാലം മുഴുവനും ബൈബിൾ വിശദമായി പഠിക്കുകയുണ്ടായി. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അതിന്റെ പാഠങ്ങൾ മനസ്സിൽ കുടിയിരുത്താൻ കഴിയുന്നില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു തുടങ്ങിയപ്പോൾ അതിലെ ഓരോരോ വാക്കും നേരെ ഹൃദയത്തിലേക്കാണ് പ്രവേശിച്ചത്. എന്തുകൊണ്ട് ഇത്രയും കാലം അബദ്ധത്തിൽ കഴിഞ്ഞുകൂടിയെന്നതിലും വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ എന്തുകൊണ്ട് കിട്ടിയില്ല എന്നതിലും അദ്ദേഹം അത്ഭുതം കൂറുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം തന്റെ മാതാവിനോട് പറഞ്ഞു, ഞാൻ മസ്ജിദിലേക്ക് പോവുകയാണ്, ഇസ്ലാമിൽ ചേരുകയുമാണ്. അവിടെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ വലിയ അബദ്ധമാണ് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തെ ശകാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളുക, പക്ഷെ ഞാൻ ഹൃദയാത്മന മുസ്ലിം ആയിരിക്കുന്നു. സൈമൺ സാഹിബ് എന്നോടിത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അദ്ദേഹം ജമാഅത്തിൽ ചേർന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ ധൈര്യപൂർവ്വം ഇസ്ലാമിനെ പറ്റി തബ്ലീഗും ചെയ്യുന്നുണ്ട്. അഹമ്മദിയ ജമാഅത്ത് മുഖേന എങ്ങനെയാണ് സൽപ്രകൃതരായ ആളുകൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതെന്ന് നോക്കുക. സ്പെയിൻ അമീർ സാഹിബ് എഴുതുന്നു, ഒരു സ്പാനിഷ് സുഹൃത്തായ ഫ്രാൻസിസ്കോ പിയൂസ് സാഹിബ് നീണ്ടകാലത്തെ പഠനത്തിന് ശേഷം 2023 ജനുവരിയിൽ മുസ്ലിമായി. ഇസ്ലാമിന് സത്യമതമാണെന്ന് മനസ്സിലാക്കിയിരുന്നു. പക്ഷേ മുസ്ലിങ്ങളുടെ ഭിന്നിപ്പിൽ വ്യാകുലനായിരുന്നു. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിന് ശേഷം മുസ്ലിങ്ങൾക്ക് ഐക്യത്തോടെ നിൽക്കാൻ കഴിഞ്ഞില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇസ്ലാമിക ചരിത്രം അദ്ദേഹം കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഖിലാഫത്തിന് കീഴിൽ മാത്രമേ മുസ്ലിങ്ങൾക്ക് വീണ്ടും ഒന്നിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഖിലാഫത്തിനെ എവിടെയാണ് അന്വേഷിക്കുക? 2023 മാർച്ചിൽ അഹമ്മദിയായ നമ്മുടെ താരിഖ് സാഹിബുമായി 2023 മാർച്ചിൽ അദ്ദേഹത്തിന് ബന്ധപ്പെടാൻ കഴിഞ്ഞു. അഹമ്മദിയത്തിനെ കുറിച്ച് പഠിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. തുടർന്ന് അദ്ദേഹം 3 മാസം അഹമ്മദിയത്തിനെ പറ്റി പഠിക്കുകയും തൃപ്തി വരികയും ചെയ്തപ്പോൾ ബയ്യത്തും ചെയ്തു. ഇപ്പോൾ ജുമാക്കും മറ്റും കൃത്യമായി പങ്കെടുത്തു വരുന്നു. ഖറൂം ഓഫ് തർഗൻ
താജിക്കിസ്ഥാനിലുള്ള ഒരു സുഹൃത്താണ്. ഇപ്പോൾ കിർഗിസ്ഥാനിലാണ് താമസം. പറയുന്നു, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അഹമ്മദികളും ഉണ്ടായിരുന്നു. ചില ആളുകളുടെ പേരും അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ അവരോട് ഏകദേശം 3 വർഷം ജമാഅത്തിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. അവരുമായുള്ള സംസാരത്തിനൊടുവിൽ അഹമ്മദിയ ജമാഅത്ത് മാത്രമാണ് യഥാർത്ഥ ഇസ്ലാം എന്നും ഇമാം മഹ്ദി അലി ഇസ്ലാം തന്നെയാണ് വാഗ്ദത്ത മസീഹ് എന്നും ഈസാ നബി മരിച്ചുപോയിരിക്കുന്നുവെന്നും എനിക്ക് ബോധ്യമായി. അങ്ങനെ ഞാൻ ബയ്യത്ത് ചെയ്ത് അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിച്ചു. തുടർന്ന് അദ്ദേഹം തനിക്ക് ദീനീ സേവനത്തിന് അവസരങ്ങൾ ലഭിക്കാനും മുത്തയ്ക്കായി തീരാൻ കഴിയുന്നതിനും ബയ്യത്തിന്റെ 10 നിബന്ധനകൾ അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നതിനും ദുആക്ക് വേണ്ടി പറയുകയും ചെയ്തു. റഷ്യയിൽ നിന്ന് മുബല്ലിഗ് അത്താവുൽ വാഹിദ് സാഹിബ് എഴുതുന്നു, ഒരു യുവാവിന് അള്ളാഹു ഇസ്ലാം അഹമ്മദിയത്തിലേക്ക് വരുന്നതിന് അവസരമൊരുക്കി. 1.5 വർഷം മുമ്പ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്നു. ഈ യുവാവ് ഒരു ചെറിയ പ്രദേശത്താണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് മതത്തിൽ നിന്ന് അകന്നുപോയിരുന്നു. എന്നാൽ ഈ യുവാവ്, അതായത് മാർസലിന്റെ ഭാര്യയാകട്ടെ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയായിരുന്നു. അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരനും ക്രിസ്ത്യാനിയായിരുന്നു. പക്ഷേ ഇദ്ദേഹം പിതാവിന്റെ സമുദായം കാരണം ഇസ്ലാമിലേക്ക് ശ്രദ്ധയുള്ളവരായിരുന്നു. പിതാവ് നേരത്തെ തന്നെ മുസ്ലിം ആയതാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് കാരണം ഇയാളും ഇസ്ലാം സ്വീകരിച്ചു. പക്ഷേ മുസ്ലിങ്ങളിൽ സുന്നി ഇസ്ലാമിലാണ് ചേർന്നത്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നു, അധ്യാപനങ്ങൾ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. തസൻ എന്ന സ്ഥലത്തെ പ്രാദേശിക മൗലവിക്ക് തൃപ്തികരമായ മറുപടി പറയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിന്റെ അസ്വസ്ഥത വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ അള്ളാഹു ഇന്റർനെറ്റ് മുഖേന റഷ്യയിലെ അഹമ്മദിയ ജമാഅത്തുമായി ബന്ധപ്പെടാൻ അവസരമൊരുക്കി. ഇവിടെ നിന്ന് മാർസൽ സാഹിബിന് തന്റെ ചോദ്യങ്ങൾക്കുള്ള തൃപ്തികരമായ മറുപടി ലഭിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ നിരവധി സ്ഥലങ്ങളിൽ പോയി ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ യഥാർത്ഥ ഇസ്ലാം അഹമ്മദിയത്തിൽ മാത്രമാണ് കണ്ടെത്തിയത്. അങ്ങനെ അദ്ദേഹം ബയ്യത്ത് ചെയ്തു. ഫിലിപ്പൈൻ മുബല്ലിഗ് ഇൻചാർജ് പറയുന്നു, ഇവിടെ ഒരു ദ്വീപിൽ 139 ബയ്യത്തുകൾ നടന്നു. ബയ്യത്ത് ചെയ്തവരിൽ ഒരു സ്കൂൾ പ്രിൻസിപ്പളും 2 ഇമാമുമാരും ഉണ്ടായിരുന്നു. 4 പള്ളി ഇമാമുമാർ ബയ്യത്ത് ചെയ്ത് അഹമ്മദികളായിട്ടും ഉണ്ടായിരുന്നു. ഒരു ഇമാമായ ഹാജി ഈസാ സാഹിബ് പറയുന്നു, അദ്ദേഹം ഇമാമായി സേവനമനുഷ്ഠിച്ചിരുന്ന മസ്ജിദ് ഇപ്പോൾ അഹമ്മദിയ മസ്ജിദായി കഴിഞ്ഞിരിക്കുന്നു. ഒരു സുഹൃത്ത് മസ്ജിദിന്റെ തൊട്ടടുത്തുള്ള സ്ഥലവും ജമാഅത്തിന് ഉപഹാരമായി നൽകിയിരിക്കുന്നു. അതിൽ ഈ വർഷം മിഷൻ ഹൗസ് ഉണ്ടാക്കാനുള്ള പരിപാടിയുണ്ട്. അങ്ങനെ അവിടെ സ്ഥായിയായി മൗലവിനെ നിശ്ചയിക്കാൻ കഴിയുന്നതാണ്. ഈ ഇമാം സാമ്പത്തിക ത്യാഗം ചെയ്യുന്ന ആൾ കൂടിയാണ്. പൈസ വാങ്ങുക മാത്രമല്ല ചെയ്യുന്നത്, അദ്ദേഹത്തിന് കടയുണ്ട്, കച്ചവടവുമുണ്ട്. സാമ്പത്തിക ത്യാഗം ചെയ്യുന്ന ആളുമാണ്. അദ്ദേഹം പറയുന്നു, ഒരു ദിവസം ഞാൻ സാമ്പത്തിക ത്യാഗം എന്ന നിലയ്ക്ക് 500 പൈസൂക്ക് നൽകുകയുണ്ടായി. അള്ളാഹു എൻ്റെ വിശ്വാസത്തെ സുദൃഢമാക്കുന്നതിന് വേണ്ടി അടുത്ത ദിവസം തന്നെ എൻ്റെ പ്രതീക്ഷകൾക്കെല്ലാം ഉപരിയായി 1,00,000 ഫൈസൂക്ക് വരുമാനമായി നൽകുകയുണ്ടായി. അള്ളാഹു ഇങ്ങനെ സൽപ്രകൃതരായ ആളുകൾക്ക് മാർഗദർശനവും നൽകുന്നു. മാലിയിലെ സ്കാസുവിലെ മുബല്ലിഗ് എഴുതുന്നു, മർവാൻ കോലിബാലി സാഹിബ് അഹമ്മദിയ മിഷനിൽ വന്നു ബയ്യത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം പറയുന്നു, അദ്ദേഹം അഹമ്മദിയ റേഡിയോ താല്പര്യത്തോടെ കേട്ടിരുന്നു. ജമാഅത്തിന്റെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും സംതൃപ്തനുമായിരുന്നു. പക്ഷേ ബയ്യത്ത് ചെയ്യാൻ മനസ്സ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ണടഞ്ഞു പോവുകയും അങ്ങനെ സ്വപ്നത്തിൽ ആകാശത്ത് വളരെ പ്രകാശം ചൊരിയുന്ന ചന്ദ്രനെയും ആ ചന്ദ്രനിൽ 2 വ്യക്തികളുടെ ഫോട്ടോകളും കാണാനിടയായി. ഒരു ഫോട്ടോ വലുതും മറ്റൊന്ന് ചെറുതുമായിരുന്നു. അതിനടുത്ത് നിന്നിരുന്ന കുട്ടികൾ ഇത് ഇമാം മഹ്ദിയുടെയും അദ്ദേഹത്തിന്റെ ഖലീഫയുടെയും ചിത്രങ്ങളാണെന്നും അവർ വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് ബഹളം കൂട്ടാൻ തുടങ്ങി. തുടർന്ന് മർവാൻ സാഹിബ് പറയുന്നു, അടുത്ത് നിൽക്കുന്ന പ്രായമുള്ള ആളോട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്കും ഈ ചിത്രങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ? സ്വപ്നത്തിൽ ആ വൃദ്ധനായ ആൾ പറഞ്ഞു, ഇല്ല. പക്ഷെ അദ്ദേഹം പറയുകയാണ്, അഹമ്മദിയത്ത് തന്നെയാണ് സത്യ ജമാഅത്ത് എന്നും അവർ തന്നെയാണ് ഇമാം മഹ്ദിയുടെ ആഗമനം വിളംബരപ്പെടുത്തുന്നതെന്നും എൻ്റെ മനസ്സിന് ബോധ്യപ്പെട്ടു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലി ഇസ്ലാമിൻ്റെയും ഖലീഫുമാരുടെയും ഫോട്ടോകൾ കണ്ടപ്പോൾ ഹദ്രത്ത് മസീഹ് മൗഊദ് അലി ഇസ്ലാമിൻ്റെ വലിയ ഫോട്ടോ അദ്ദേഹം തിരിച്ചറിഞ്ഞു. കൂടെ എൻ്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, ഇതൊക്കെ തന്നെയാണ് ഞാൻ സ്വപ്നത്തിലും കണ്ടത്. സ്പെയിനിലെ അമീർ സാഹിബ് എഴുതുന്നു, ഈ വർഷം കാർലോസ് സാഹിബ് ബയ്യത്ത് ചെയ്യുകയുണ്ടായി.
നേരത്തെ മുസ്ലിമായതാണ്. അബ്ദുസലാം എന്ന പേരാണ് സ്വീകരിച്ചിരുന്നത്. അദ്ദേഹം സ്വപ്നത്തിൽ ഹദ്റത്ത് മസീഹ് അലി ഇസ്ലാം അദ്ദേഹത്തോട് വരൂ, സമാധാനത്തിലേക്ക് വരൂ എന്ന് പറയുന്നതായി കാണുകയുണ്ടായി. ഈ സ്വപ്നത്തിന് ശേഷം ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്റർനെറ്റിൽ എന്തോ കാണിച്ചു കൊടുക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ദൃഷ്ടികൾ ഹദ്റത്ത് മസീഹ് അലി ഇസ്ലാമിന്റെ ഫോട്ടോയിൽ പതിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വ്യക്തി തന്നെയല്ലേ എന്നെ സ്വപ്നത്തിൽ സമാധാനത്തിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അദ്ദേഹം അഹമ്മദിയത്തിനെ കുറിച്ച് പഠനം ആരംഭിക്കുകയും കുറച്ച് ദിവസത്തിന് ശേഷം അദ്ദേഹം വീണ്ടും ഒരു സ്വപ്നം കണ്ടു. ഹദ്റത്ത് മസീഹ് അലി ഇസ്ലാം അദ്ദേഹത്തോട് പറയുന്നു, ഞാൻ മഹദിയും മസീഹുമാകുന്നു. ഈ സ്വപ്നത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മനസ്സ് അഹമ്മദിയത്തിന്റെ വക്താവായി മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബയ്യത്ത് ചെയ്തിരുന്നില്ല. പഠനം തുടർന്നു പോന്നു. മൂന്നാമത്തെ തവണ അദ്ദേഹം ഹദ്റത്ത് മസീഹ് അലി ഇസ്ലാമിനെ സ്വപ്നത്തിൽ കണ്ടു. അപ്പോൾ ആ മഹാത്മാവിന്റെ മുഖത്ത് നീരസം പ്രകടമായിരുന്നു. തുടർന്ന് അദ്ദേഹം ഉടൻ തന്നെ ജമാഅത്തുമായി ബന്ധപ്പെടുകയും ബയ്യത്ത് ചെയ്യുകയും ഉണ്ടായി. എതിരാളികളുടെ പരമാവധി പരിശ്രമങ്ങൾ ഉണ്ടായിട്ടും നവാഹമ്മദികൾ എങ്ങനെയാണ് വിശ്വാസദാർഢ്യം പ്രകടിപ്പിക്കുന്നതെന്ന് നോക്കുക. ബുർക്കിനോഫാസോയിലെ മഹദിയാബാദിലുള്ള ഒരു അൻസാർ സഹോദരൻ സയ്യിദ് വക്കീബ സാഹിബ് പറയുന്നു, ഞങ്ങളുടെ ഗ്രാമത്തിൽ ഭൂരിപക്ഷം ആളുകളും അഹമ്മദിയത്ത് സ്വീകരിച്ചപ്പോൾ സൗദി അറേബ്യയിലുള്ള എൻ്റെ ഒരു കസിന് എല്ലാ ചെലവുകളും വഹിച്ചുകൊണ്ട് ഞങ്ങളെ സൗദി അറേബ്യയിലേക്ക് ക്ഷണിച്ചു. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം ഞങ്ങളെ കാബ സന്ദർശിക്കുന്നതിനായി കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഇതെല്ലാമാണ് ഇസ്ലാമിന്റെ പരിശുദ്ധ സ്ഥലങ്ങൾ. ഇവിടെയാണ് ഇസ്ലാം ആരംഭിച്ചത്, അല്ലാതെ പാകിസ്ഥാനിൽ നിന്നല്ല. അതുകൊണ്ട് ഇവിടെയുള്ള വഹാബി വിശ്വാസം നിങ്ങൾ സ്വീകരിക്കുകയും അഹമ്മദിയത്തിന് ഒഴിവാക്കുകയും ചെയ്യുക. ഞാൻ ചോദിച്ചു, നീ ഇത് പറയുന്നതിന് വേണ്ടിയാണോ ഞങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? അപ്പോൾ അയാൾ തലയാട്ടി സമ്മതിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഈ പരിശുദ്ധ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ദുആ ചെയ്യുകയാണ്, എൻ്റെ നാഥ, എൻ്റെ ജീവിതത്തിൽ അഹമ്മദിയത്ത് ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭവും നീ വരുത്തരുതേ. പറയുന്നു, ഞാൻ ദുആ ചെയ്തു. അങ്ങനെ ഒരു സന്ദർഭം വരികയാണെങ്കിൽ, ഈമാനിൽ നിന്ന് പിന്തിരിയുന്ന ഘട്ടം വരികയാണെങ്കിൽ, അള്ളാഹുവേ, അതിനു മുമ്പേ ഈ ഈമാന്റെ അവസ്ഥയിൽ തന്നെ നീ എനിക്ക് മരണം നൽകണമേ. അദ്ദേഹം പറയുന്നു, പിന്നെ വളരെ വേഗം തന്നെ ബുർക്കിനോഫാസോയിലേക്ക് തിരിച്ചു വന്നു. അള്ളാഹു ചെയ്യുന്നു നോക്കുക. അദ്ദേഹത്തിന്റെ കസിൻ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി സുഹൃത്തുക്കളും കുടുംബക്കാരുടെയും കൂടെ ബുർക്കിനോഫാസോയിലേക്ക് വന്നപ്പോൾ അൽഹാജ് ഇബ്രാഹിം സാഹിബ് തബ്ലീഗ് ചെയ്യുകയും അത് മുഖേന അയാൾ അഹമ്മദിയായി തീരുകയും ഉണ്ടായി. ഏതായാലും പറയുന്നു, ഞങ്ങളെ വേട്ടയാടാൻ ഉദ്ദേശിച്ച ആൾ തന്നെ സ്വയം അഹമ്മദിയത്തിന്റെ ഇരയായി തീർന്നു. എതിർപ്പുള്ള സമയത്ത് സ്ഥിരത കാണിക്കുന്നത് സംബന്ധിച്ച് ബുർക്കിനോഫാസോയിലെ ഒരു സംഭവമുണ്ട്. അമീർ സാഹിബ് പറയുന്നു, ഡോറി റീജണിലെ മൗല്യം ഉമർ ബേക്കു സാഹിബ് പറയുന്നു, ഒരു ദിവസം വഹാബി മുല്ലാക്കളുടെ ഒരു സംഘം അദ്ദേഹത്തിന്റെ വീട്ടിൽ വരികയും അഹമ്മദിയത്ത് ഒഴിവാക്കാൻ പറയുകയും അതല്ലെങ്കിൽ നിങ്ങളെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഉമർ ബേക്കു സാഹിബ് പറയുന്നു, നിങ്ങൾക്ക് എന്നെ കൊല്ലാവുന്നതാണ്, പക്ഷേ അഹമ്മദിയത്ത് ഉപേക്ഷിക്കുന്ന പ്രശ്നം തന്നെ ഉദിക്കുന്നില്ല. ഞാൻ തബ്ലീഗിൽ നിന്ന് പിന്മാറുന്നതുമല്ല. അങ്ങനെ അവർ കൂടുതൽ കോപാകുലരായി അവിടെ നിന്ന് പോയി. അടുത്ത ദിവസം ആയുധധാരികളായ കുറച്ചാളുകൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു. അപ്പോൾ അഹമ്മദികൾ അദ്ദേഹത്തോട് ഡോറിയിലേക്ക് പോകാൻ അഭിപ്രായപ്പെട്ടു. ആ രാത്രി മൗലവി സാഹിബ് തന്റെ കുടുംബത്തോടൊപ്പം ദുആയിൽ മുഴുകി അള്ളാഹുവിനോട് മാർഗദർശനം തേടിക്കൊണ്ടിരുന്നു. മൗലവി സാഹിബ് ഇസ്മായിൽ എന്ന വ്യക്തിയെ സ്വപ്നത്തിൽ കണ്ടു. അദ്ദേഹം ചോദിച്ചു, ഉമർ, നീ എങ്ങോട്ടാണ് പോകുന്നത്? മറുപടിയായി പറഞ്ഞു, ഡോറിയയിലേക്ക്. അപ്പോൾ അയാൾ പറഞ്ഞു, ശരി. അങ്ങനെ ഈ സ്വപ്നത്തിന് ശേഷം അടുത്ത ദിവസം രാവിലെ അദ്ദേഹം അവിടെ നിന്ന് പലായനം ചെയ്തു. ഒരു റിക്ഷക്കാരൻ അദ്ദേഹത്തെ സുരക്ഷിതമായി അവിടെ എത്തിക്കുകയും ചെയ്തു. ഡോറി എത്തിയതും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഫോൺ വന്നു. അതായത് ആയുധധാരികളായ തീവ്രവാദികൾ വന്ന് താങ്കളെ അന്വേഷിക്കുന്നു. ഏതായാലും അള്ളാഹു ഇങ്ങനെ അദ്ദേഹത്തിന്റെ ജീവനെ സംരക്ഷിച്ചു. നൈജീരിയയിലെ ഓസൻ സംസ്ഥാനത്തിലെ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ബദ്ര ദരീമി സാഹിബിന് അഹമ്മദിയത്ത് സ്വീകരിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചു. ഇദ്ദേഹം കൃഷിപ്പണിയാണ് ചെയ്തിരുന്നത്. അഹമ്മദിയത്ത് സ്വീകരിക്കുന്നതിന് മുമ്പ് ഗ്രാമത്തിൽ നമ്മുടെ ജമാഅത്തിന്റെ എതിരാളി സംഘത്തിലെ സക്രിയനായ മെമ്പറായിരുന്നു. അദ്ദേഹം പറയുന്നു, ഗ്രാമത്തിലെ അഹമ്മദിയ മിഷണറി എനിക്ക് ജമാഅത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ ജമാഅത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടായി.
കുറച്ചു കാലത്തെ പഠനത്തിന് ശേഷം ഞാൻ അഹമ്മദിയത്ത് സ്വീകരിച്ചു. ബയ്യത്തിന് ശേഷം ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നു. 3 മാസത്തിനധികം നിങ്ങൾ അഹമ്മദിയത്ത് ഒഴിവാക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട് നശിപ്പിക്കപ്പെടുമെന്ന് അവരെന്നോട് പറയുകയും ചെയ്തു. വളരെ അസ്വസ്ഥതയിലായിരുന്നു. ഒരു ദിവസം ഞാൻ വയലിൽ ജോലിക്ക് പോയതായിരുന്നു. ശക്തമായ കാറ്റും മഴയും തുടങ്ങി. പറയുന്നു, ഞാൻ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ വീട് ഈ കൊടുങ്കാറ്റിന് ഇരയായിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഏതായാലും ഞാൻ വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് എൻ്റെ വീടിൻ്റെ ഇരുവശത്തുമുള്ള ഏറെക്കുറെ 50ഓളം വീടുകൾ തകർന്നിരിക്കുന്നു. വെറും മേൽക്കൂര മാത്രമല്ല, മറിച്ച് മുഴുവൻ വീടുകളും കൂമ്പാരമായിരിക്കുന്നു. ആ സമയത്ത് ശത്രുക്കളുടെ കാര്യവും എൻ്റെ മനസ്സിൽ വന്നു. അവരെന്നോട് പറഞ്ഞത്, നിങ്ങൾ അഹമ്മദിയത്ത് സ്വീകരിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഒരു ദിവസം തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ വീട് അടിഞ്ഞതായി നിങ്ങൾ കാണേണ്ടി വരുമെന്നാണ്. ഞാൻ ദുആ ചെയ്തു, അള്ളാഹുവേ, ഈ ജമാഅത്ത് നിന്റെ ജമാഅത്താകുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുവാർത്ത് നൽകിയ വാഗ്ദത്ത മഹദിയുമാകുന്നു. അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ ഈ വീടിനെ വീഴാൻ അനുവദിക്കരുതേ. ഏതായാലും മഴ തോർന്നപ്പോൾ ഞാൻ വീടിനകത്തേക്ക് കയറി നോക്കി. എല്ലാ മുറികളും സുരക്ഷിതമാണ്. ഒരു തരത്തിലുള്ള നഷ്ടവും വന്നിട്ടില്ല. അതേസമയം ചുറ്റുവട്ടത്തുമുള്ള നിരവധി വീടുകൾ തകർന്നിരിക്കുന്നു. ഈ സംഭവത്തിന് ശേഷം അഹമ്മദിയത്തിന്റെ സത്യത്തിലുള്ള എൻ്റെ വിശ്വാസം സുദൃഢമാവുകയും ഈ ജമാഅത്ത് തന്നെയാണ് യഥാർത്ഥത്തിൽ ദൈവിക ജമാഅത്ത് എന്ന് ദൃഢബോധ്യം വരികയും ചെയ്തു. നമുക്ക് യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനങ്ങൾ തന്ന ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ കൂടെയാണ് അള്ളാഹുവിന്റെ സഹായം എന്നതിന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ എല്ലാ ഭാഗത്തും കാണപ്പെടുന്നു. ഈ സംഭവങ്ങളെല്ലാം അഹമ്മദിയ ജമാഅത്തിന് സത്യത്തിനുള്ള വലിയ തെളിവുകളാകുന്നു. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജനങ്ങളുടെ വിശ്വാസത്തെ സുദൃഢമാക്കുന്നു. അള്ളാഹു ലോകത്തിന്റെ കണ്ണുകൾ തുറക്കുകയും അവർക്ക് ഈ വിശ്വാസവും ദൃഢജ്ഞാനവും സ്വീകരിക്കാൻ സൗഭാഗ്യം നൽകുകയും ചെയ്യുമാറാകട്ടെ. ഇനി ഞാൻ ചില മർഹൂമിങ്ങളെ അനുസ്മരിക്കുന്നതാണ്. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഈ ദിവസങ്ങളിൽ കോവിഡ് വീണ്ടും പരന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഇത് സംബന്ധിച്ച് മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. മർഹൂമിങ്ങളിൽ ആദ്യത്തെ അനുസ്മരണം പീർ സിയാഉദ്ദീൻ സാഹിബിന്റെ ഭാര്യയായ അമത്തുൽ ഹാദി സാഹിബിയെ കുറിച്ചാണ്. ഇവർ ഡോക്ടർ മീർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ മകളാകുന്നു. 92-ാമത്തെ വയസ്സിൽ കഴിഞ്ഞ ദിവസം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവരുടെ മക്കളായ ഷബീർ അഹമ്മദ് ഇസ്ലാമാബാദിലെ നായിബ് അമീർ ആകുന്നു. ബ്രിഗേഡിയർ ദബീർ അഹമ്മദ് ഫസ്ലി ഉമർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററാണ്. അദ്ദേഹം റിട്ടയർമെന്റിന് ശേഷം വഖഫ് ചെയ്തതാണ്. പരേതയ്ക്ക് 2 പെൺമക്കളുമുണ്ട്. അവരുടെ മകൻ എഴുതുന്നു, ഞങ്ങൾ സഹോദരി സഹോദരന്മാർ ഞങ്ങളുടെ ഉമ്മയെ ചെറുപ്പകാലം മുതൽ തന്നെ എപ്പോഴും നമസ്കാരത്തിലും തിലാവത്തിലും കൃത്യത പാലിക്കുന്നത് കണ്ടിട്ടുണ്ട്. കൃത്യമായി ചന്ത കൊടുക്കുന്നതും MTA കാണുന്നതും അവരുടെ ശീലമായിരുന്നു. ജമാഅത്തിന്റെ സാമ്പത്തിക ആഹ്വാനങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു. തഹരീഖ് ജദീദിന്റെ ആദ്യ ലെഡ്ജറിലുള്ള ചന്തദായകയായിരുന്നു. 1971-ൽ ഇൻഡോ പാക് യുദ്ധമുണ്ടായപ്പോൾ അവരുടെ ഭർത്താവ് ബ്രിഗേഡിയർ സിയാഉദ്ദീൻ സാഹിബ് കിഴക്കൻ പാകിസ്ഥാൻ, അതായത് ബംഗ്ലാദേശിലായിരുന്നു. അവിടെ ഒരു നീണ്ടകാലം കഴിച്ചു കൂട്ടിയിരുന്നു. പീർ ദബീർ പറയുന്നു, എൻ്റെ ഉമ്മയും ചെറിയ സഹോദരിയും അവിടെ തന്നെയായിരുന്നു. കുറച്ചു കാലത്തിന് ശേഷം ഉപ്പ ഉമ്മയെയും അനുജത്തിയെയും പറഞ്ഞയച്ചു. ഉമ്മ ഏറെ അസ്വസ്ഥയായിരുന്നു. പക്ഷെ ഒരിക്കലും അവർ തൻ്റെ അസ്വസ്ഥത കുട്ടികൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നില്ല. മറിച്ച് എപ്പോഴും ആത്മവിശ്വാസം നൽകിക്കൊണ്ടിരുന്നു. തുടർന്ന് 6 മാസത്തിന് ശേഷം ബ്രിഗേഡിയർ സാഹിബും അവിടെ നിന്ന് തിരിച്ചു വന്നു. ഉമ്മ ഞങ്ങളോട് ഈദിന്റെ അവസരത്തിൽ പാവപ്പെട്ടവരെ സഹായിക്കാനും അവർക്ക് ഈദ് കൊടുക്കാനും എപ്പോഴും ഉപദേശിക്കുമായിരുന്നു. ഹ്യൂമാനിറ്റി ഫസ്റ്റിനു വേണ്ടി വർഷത്തിൽ 2 തവണ വലിയൊരു തുക അയച്ചു കൊടുക്കുമായിരുന്നു. ഇതേക്കുറിച്ച് ഡോക്ടർ നൂരി സാഹിബും അനുസ്മരിച്ചിട്ടുണ്ട്. കിണറുകൾക്കും കുഴൽക്കിണറുകൾക്കും കുട്ടികളുടെ പഠനത്തിനും പാവപ്പെട്ടവരുടെ ഭക്ഷണത്തിനും സംവിധാനം ചെയ്യുന്നതിന് വേണ്ടി തുക നൽകുമായിരുന്നു. അവരുടെ മകൾ അമത്തുൽ കബീർ തൽഅത്ത് പറയുന്നു, ഉമ്മ ഉച്ചത്തിൽ തിലാവത്ത് ചെയ്യുമായിരുന്നു. ആരുടെയും പരദൂഷണം പറയുമായിരുന്നില്ല. മറ്റുള്ളവരെയും വിലക്കുമായിരുന്നു. ഖിലാഫത്തുമായി വിശ്വസ്ത ബന്ധമായിരുന്നു. കൃത്യമായി MTA കണ്ടിരുന്നു. ഖുത്ബ കേട്ടിരുന്നു. എല്ലാ സമയത്തും ഞങ്ങളോട് ജമാഅത്തിന്റെ പുസ്തകങ്ങൾ വായിക്കുന്നതിന്റെ പ്രയോജനത്തെക്കുറിച്ച് ഉപദേശിച്ചിരുന്നു. അവർക്കും വായനയിൽ വലിയ താല്പര്യമായിരുന്നു. തലയണക്കരികിൽ എപ്പോഴും വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ ഉണ്ടാകുമായിരുന്നു. എല്ലാവരോടും അടുക്കുന്ന പ്രകൃതമായിരുന്നു.
അവരുടെ ദൗഹിത്രി പറയുന്നു, ഞങ്ങൾ ഖുറാനിലെ ഏതെങ്കിലും പുതിയ സൂറത്ത് മനഃപ്പാഠമാക്കിയാൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് സമ്മാനം നൽകുമായിരുന്നു. ഫജ്ർ നമസ്കാരത്തിന് ശേഷം സ്ഥിരമായി നീണ്ട തസ്ബീഹും ദുആകളും ചെയ്യുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എന്നെയും ഉപദേശിക്കുമായിരുന്നു. രാവിലെ തയ്യാറായതിനു ശേഷം തഫ്സീർ ഖുറാൻ വായിച്ചിരുന്നു. ഹദീഖത്തു സാലിഹീനും റുഹാനി ഖസായിനും വായിച്ചിരുന്നു. അതിനുശേഷമേ പ്രാതൽ കഴിച്ചിരുന്നുള്ളൂ. അള്ളാഹു മർഹൂമയോട് പൊറുമയോടെയും കരുണയോടെയും പെരുമാറുകയും സ്ഥാനങ്ങൾ ഉയർത്തുകയും ചെയ്യുമാറാകട്ടെ. അവരുടെ നന്മകൾ അവരുടെ മക്കളിലൂടെയും നിലനിർത്തുമാറാകട്ടെ. അടുത്ത അനുസ്മരണം സാക്കിബ് കാമ്രാൻ സാഹിബിൻ്റെതാണ്. അദ്ദേഹം വാക്കിഫെ സിന്ദഗിയും ഓഡിയോ വീഡിയോ നായിബ് വക്കീലും ആയിരുന്നു. 42 വയസ്സിൽ വഫാത്തായി. ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ ഫുഡ് പോയ്സനാണ് മരണകാരണം. അദ്ദേഹത്തിനുണ്ടായ മറ്റൊരു ട്രാജഡി എന്തെന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തിന് ഏറെക്കുറെ 45 മിനിറ്റ് മുമ്പ് അദ്ദേഹത്തിന്റെ മകൻ ആരിഫ് കാമ്രാനും ഇതേ ഭക്ഷണം കഴിച്ച കാരണത്താൽ മരണപ്പെടുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സാക്കിബ് കാമ്രാൻ സാഹിബിന്റെ പ്രപിതാമഹൻ ഹദ്രത്ത് ചൗധരി മൗല ബക്ഷ് സാഹിബ് ഗുരുദാസ്പൂർ ജില്ലയിലെ തൽവണ്ടി ജമുനാൻ സ്വദേശിയായിരുന്നു. ഹദ്രത്ത് മസീമോദ് അലി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിലാണ് ബയ്യത്ത് ചെയ്തത്. കാമ്രാൻ സാഹിബ് വഖഫ് ചെയ്ത് ജാമിയ അഹമ്മദിയിൽ ചേർന്നു. പിന്നെ അവിടെ നിന്ന് പാസ്സായതിനു ശേഷം വിവിധ സ്ഥലങ്ങളിൽ നിയമിക്കപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് ഒരു മകളെയും 2 ആൺമക്കളെയും നൽകി അനുഗ്രഹിച്ചു. റോമീസ കാശിഫാക്ക് 17 വയസ്സുണ്ട്. ഗാലിബ് കാമ്രാന് 13 വയസ്സുണ്ട്. 3ാമത്തെ മകൻ അദ്ദേഹത്തോടൊപ്പം തന്നെ വഫാത്തായി. മുഴുവൻ കുടുംബവും രോഗികളായിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെ അള്ളാഹു രക്ഷപ്പെടുത്തി. ജാമിയ പാസ്സായതിനു ശേഷം ഇസ്ലാഹ് മക്കാമി ഓഫീസിന് കീഴിൽ നിയമിക്കപ്പെട്ടു. പിന്നീട് ഹദീസിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. അതിനുശേഷം തഹരീക്ക് ജദീദ് വക്കാലത്ത് താലീമിന് കീഴിൽ അറബി ഭാഷയിൽ ഉന്നത പഠനത്തിനു വേണ്ടി സിറിയയിലേക്ക് അയച്ചെങ്കിലും അവിടെയുള്ള സാഹചര്യങ്ങളുടെയോ മറ്റോ കാരണത്താൽ തിരിച്ചു വരികയുണ്ടായി. തുടർന്ന് 2015 ഡിസംബറിൽ തഹരീക്ക് ജദീദ് സ്റ്റുഡിയോ ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തെ ഓഡിയോ വീഡിയോ സെക്ഷന്റെ നായിബ് വക്കീലായി നിയമിച്ചു. മരണം വരെയും ഈ തസ്തികയിൽ സേവനം ചെയ്തുകൊണ്ടിരുന്നു. 18 വർഷം അദ്ദേഹത്തിന് സേവനം ചെയ്യുന്നതിനുള്ള സൗഭാഗ്യം ലഭിച്ചു. അദ്ദേഹത്തിന്റെ മാതാവ് സാദിഖ ബേഗം സാഹിബ് പറയുന്നു, കാമ്രാൻ വഖഫേനോ ആഹ്വാനത്തിന് മുമ്പേ ജനിച്ചതാണ്. അവർ ഖലീഫത്തുൽ മസീഹ് റാബിന്റെ മുന്നിൽ തന്റെ ചെറിയ മകനെയും വഖഫേനോയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ അത് ഖലീഫത്തുൽ മസീഹ് റാബി അവരുടെ അപേക്ഷ സ്വീകരിക്കുകയും അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നു, വളരെ സ്നേഹമുള്ള വ്യക്തിയായിരുന്നു. അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധ്യമല്ല. നമസ്കാരത്തെക്കുറിച്ച് ഏത് സമയത്തും ചിന്താകുലനായിരുന്നു. ഖിലാഫത്തിനെ അഗൈതവുമായി സ്നേഹിക്കുന്നയാളും ജമാഅത്തി അമാനത്തുകളെ സംരക്ഷിക്കുന്നയാളും എല്ലാ നിലയ്ക്കും കുടുംബ ബന്ധങ്ങളിൽ ആത്മാർത്ഥമായ സ്നേഹമുള്ളയാളും എല്ലാവരെയും പരിഗണിക്കുന്നയാളും ജമാഅത്തിലെ ഓരോ വ്യക്തിയെയും പരിഗണിച്ചിരുന്ന ആളുമായിരുന്നു. തൻ്റെ മക്കൾക്ക് നല്ല ശിക്ഷണം നൽകാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവ് പറയുന്നു, മാതാപിതാക്കളോട് ഛേ എന്ന് പോലും പറയരുത് എന്ന വിശുദ്ധ ഖുർആന്റെ കൽപ്പനയെ പ്രാവർത്തികമാക്കുകയും ഒരിക്കലും ഉച്ചത്തിൽ സംസാരിക്കുക പോലും ചെയ്തിരുന്നില്ല. മറ്റുള്ളവരുടെ രഹസ്യങ്ങളും ഓഫീസ് രഹസ്യങ്ങളും സൂക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നു, ഞങ്ങൾ പുറത്തുനിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുന്നത് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അത് അമാനത്താണെന്നും നിന്നോട് പറയാൻ സാധ്യമല്ലെന്നും പറയുമായിരുന്നു. നമസ്കാരം ജമാഅത്തായി അനുഷ്ഠിക്കുന്നതിൽ നല്ല ശ്രദ്ധയുണ്ടായിരുന്നു. മക്കളെയും ആ കാര്യത്തിൽ ഉപദേശിച്ചിരുന്നു. വീട്ടിൽ കുട്ടികളെയും ഭാര്യയെയും ശ്രദ്ധിക്കാനും അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും എപ്പോഴും ശ്രമിച്ചിരുന്നു. എല്ലാ ബന്ധുക്കളുമായും വളരെ കൂറോടുകൂടിയ ബന്ധമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ റൗമീസ പറയുന്നു, എൻ്റെ ഉപ്പ വളരെ വിനയാന്വിതനും നന്മയുള്ള ആളും സാധു സംരക്ഷകനും ദീർഘദർശിയും അനുസരണയുള്ള ആളും തഹജ്ജുദ് നമസ്കരിച്ചിരുന്ന വ്യക്തിയും ആയിരുന്നു. തർബിയത്ത് ചെയ്യുന്നതിന് വളരെ കൗതുകകരമായ രീതിയായിരുന്നു. തൻ്റെ കണ്ണുകളുടെ ആംഗ്യത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി തരുമായിരുന്നു. എപ്പോഴും നല്ല തർബിയത്ത് ചെയ്യുന്ന കാര്യത്തിൽ ശുഷ്കാന്തി ഉണ്ടായിരുന്നു. നിങ്ങൾ വഖഫനവുമാണ്, അതുകൊണ്ട് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് എപ്പോഴും പറയുമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. എന്തു തന്നെ അവസ്ഥയാണെങ്കിലും ഒരിക്കലും അസ്വസ്ഥനാകാതെ മറുപടി നൽകിയിരുന്നു.
മുറബി സിൽസില റൗഹാൻ അഹമ്മദ് സാഹിബ് ഇപ്പോൾ കൽത്തുറുങ്കിലാണ്. പറയുന്നു, എനിക്ക് അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലും അദ്ദേഹത്തിന് കീഴിലും നീണ്ടകാലം സേവനം ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. എപ്പോഴും ഒരു വാത്സല്യമുള്ള സുഹൃത്തിനോടെന്ന പോലെ എനിക്ക് മാർഗദർശനം നൽകിയിരുന്നു. അദ്ദേഹം സൗമ്യ സ്വഭാവിയും നല്ല വ്യക്തിത്വത്തിനുടമയും നല്ല നേതൃശേഷിയുള്ള ആളുമായിരുന്നു. ആത്മാർത്ഥതയുള്ള സേവകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദാനധർമ്മവും സഹാനുഭൂതിയും അനുപമമായിരുന്നു. ദൈവമാർഗത്തിൽ കൽത്തുറുങ്കുകളിൽ കഴിയുന്നവർക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു എത്രയും വേഗം അവരുടെ മോചനത്തിന് സാഹചര്യം ഒരുക്കുമാറാകട്ടെ. പരേതിനോട് അള്ളാഹു കാരുണ്യത്തോടെയും പൊറുമയോടെയും വർത്തിക്കുമാറാകട്ടെ. പദവികൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികൾക്കും ബന്ധുക്കൾക്കും മക്കൾക്കും ഭാര്യയ്ക്കും മാതാവിനും ക്ഷമയും സ്ഥൈര്യവും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മക്കൾക്കും അദ്ദേഹത്തിൻ്റെ നന്മകൾ തുടരാൻ കഴിയുമാറാകട്ടെ. അടുത്ത അനുസ്മരണം ബെനിനിലുള്ള പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ഇസാഖ് ദാവൂദെ കോട്ടാനോ സാഹിബിൻ്റെതാണ്. അദ്ദേഹവും കഴിഞ്ഞ ദിവസം 60-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം ബെനിനിലുള്ള ദാവൂദ കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഈ കുടുംബത്തിലെ ആളുകളാണ് ബെനിനിൽ ആദ്യമായി അഹമ്മദിയത്ത് സ്വീകരിച്ചത്. ബെനിനിലെ ആദ്യത്തെ അഹമ്മദി സിക്റുല്ല ദാവൂദ സാഹിബ് ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഈസ ദാവൂദ് മർഹൂം മരണം വരെയും ബെനിനിൽ നാഷണൽ നായിബ് അമീറായിരുന്നു. 1980-ൽ അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ സിക്റുല്ല ദാവൂദ് സാഹിബിൻ്റെ തബ്ലീഗ് മുഖേനയാണ് അഹമ്മദിയത്ത് സ്വീകരിക്കുന്നത്. അഹമ്മദിയത്ത് സ്വീകരിച്ചതിന് ശേഷം തൻ്റെ മൂത്താപ്പയോടൊപ്പം മാതാപിതാക്കൾക്ക് തബ്ലീഗ് ചെയ്തുകൊണ്ടിരുന്നു. കുറച്ചു കാലത്തിന് ശേഷം അവരുടെ തബ്ലീഗ് ഫലമായി മാതാപിതാക്കളും അഹമ്മദികളായി. 2022-ൽ സെനഗൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സുവോളജിയിൽ PhD കരസ്ഥമാക്കിയതിനു ശേഷം തിരിച്ചു വന്ന് ബെനിനിൽ പേറാക്കോ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി നിയമിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ യോഗ്യത കാരണം നിരവധി ദേശീയ അന്തർദേശീയ കോൺഫറൻസുകളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. നീണ്ടകാലം ബെനിനിൽ സദർ മജ്ലിസ് ഖുദ്ദാമൽ അഹമ്മദിയായി സേവനം ചെയ്തിട്ടുമുണ്ട്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വസിയത്ത് ചെയ്തിരുന്നു. ഇങ്ങനെ ബെനിനിലെ അഹമ്മദികളിൽ തുടക്കത്തിൽ മറിച്ച് ഏറ്റവും ആദ്യത്തെ മൂസിയാകാനുള്ള സൗഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ റൈഹാന ദാവൂദ് സാഹിബ ഇപ്പോൾ ലജന നാഷണൽ തർബിയത്ത് സെക്രട്ടറിയാണ്. പറയുന്നു, ഞാൻ വിവാഹത്തിന് ശേഷം ഭർത്താവിൻ്റെ തബ്ലീഗ് മുഖേനയാണ് അഹമ്മദിയത്ത് സ്വീകരിച്ചത്. അദ്ദേഹം എനിക്ക് SNL ഖുറാനും വിശുദ്ധ ഖുറാനും പഠിപ്പിച്ചു തന്നു. വളരെ ശുദ്ധ പ്രകൃതനും മനുഷ്യകുലത്തോട് സഹാനുഭൂതിയുള്ള ആളുമായിരുന്നു. സാധു സംരക്ഷകനുമായിരുന്നു. ജമാഅത്തി സേവനങ്ങൾക്ക് എപ്പോഴും തയ്യാറായിരുന്നു. കൃത്യമായി തഹജ്ജുദ് അനുഷ്ഠിച്ചിരുന്നു. എന്നോടും അത് സംബന്ധിച്ച് ഉപദേശിക്കുമായിരുന്നു. വിശുദ്ധ ഖുർആൻ വീട്ടിൽ പാരായണം ചെയ്യണമെന്നും അങ്ങനെ വീട്ടിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ഇറങ്ങട്ടെ എന്നും പറയുമായിരുന്നു. അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ ഡെപ്യൂട്ടി ഡീൻ എന്ന നിലയിൽ നിയമിക്കപ്പെട്ടപ്പോൾ ഒരു ദിവസം ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് വന്നു പറഞ്ഞു, എൻ്റെ മകൾ തോറ്റുകൊണ്ടിരിക്കുന്നു, അവളെ പാസ്സാക്കണം. അവൾ പാസ്സായില്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഫീസ് നൽകുന്നതല്ല, മർദ്ദിക്കുകയും ചെയ്യും. ഒരു വലിയ തുകയുമായിട്ടാണ് അവർ വന്നിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പൈസ കൊടുത്ത് പാസ്സാക്കാനാണെങ്കിൽ ദരിദ്രർക്ക് ഒരിക്കലും പാസ്സാക്കാൻ കഴിയില്ലല്ലോ. നിങ്ങൾ ഈ കൊണ്ടുവന്ന പൈസ ഞാൻ അഹമ്മദി ആയതുകൊണ്ട് എനിക്ക് കൈക്കൂലി വാങ്ങാൻ സാധ്യമല്ല. നിങ്ങൾ ഈ കൊണ്ടുവന്ന പൈസ നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കുക. ഞാൻ അഹമ്മദി ആയതുകൊണ്ട് എനിക്ക് കൈക്കൂലി വാങ്ങാൻ നിർവാഹമില്ല. ഇതുകൊണ്ട് കുട്ടിയുടെ ഫീസ് കൊടുക്കുക. ഇനി കുറവുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫീസിന്റെ ബാക്കി തരാം. പക്ഷേ കൈക്കൂലി വാങ്ങി പാസ്സാക്കാൻ കഴിയില്ല. ഏതായിരുന്നാലും ആ സ്ത്രീ ആ പണക്കിഴി അവിടെ ഇട്ടുകൊണ്ട് പോവുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഭാര്യ അത് അവിടെ കിടക്കുന്നത് കാണിച്ചു കൊടുത്തു. അതെടുത്ത് അക്കൗണ്ടന്റെ അടുക്കൽ പോയി. ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ വീട് അറിയില്ലല്ലോ, നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ അടുക്കിലേക്ക് ഈ പൈസ കൊണ്ടുവന്നത്? അവർ പറഞ്ഞു, യൂണിവേഴ്സിറ്റിയിലെ അക്കൗണ്ടന്റ് ആണ് എനിക്ക് വീട് പറഞ്ഞു തന്നത്. ഏതായിരുന്നാലും അക്കൗണ്ടിന് ഈ പൈസ കൊടുത്തു. ആ സ്ത്രീക്ക് കൊടുക്കാൻ പറഞ്ഞു. യൂണിവേഴ്സിറ്റി മീറ്റിംഗ് വിളിച്ചു. അവിടെ പ്രൊഫസർമാർ എല്ലാവരും ഒത്തുകൂടി. അവിടെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു. അവർ പറഞ്ഞു, ആ സ്ത്രീ 3 ലക്ഷം ഫ്രാങ്ക് ആയിരുന്നു കൊണ്ടുവന്നത്, എന്നാൽ ഇതിൽ 1.5 ലക്ഷമേ ഉള്ളൂ.
ഏതായിരുന്നാലും അതിൽ നിന്ന് അക്കൗണ്ടന്റ് കൈവശപ്പെടുത്തിയിട്ടുണ്ടാകാം. ചുരുക്കത്തിൽ അദ്ദേഹത്തിന്റെ എതിരാളികൾ അദ്ദേഹത്തെ ഡെപ്യൂട്ടി ഡീനിന്റെ പദവിയിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി കൈക്കൂലിയുടെ ആരോപണം ഉന്നയിച്ചു. പക്ഷെ അവർക്ക് അതിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. യൂണിവേഴ്സിറ്റിക്കാരും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റാളുകളും പിന്നീട് അദ്ദേഹം വളരെ വിശ്വസ്തനായ വ്യക്തിയായിരുന്നു എന്ന് ഉറക്കെ പറയുകയുണ്ടായി. അദ്ദേഹം എപ്പോഴും തന്റെ പ്രദേശത്തുള്ള ദരിദ്രരായ വിധവകളെ ശ്രദ്ധിക്കുമായിരുന്നു. പലരുടെയും വീടുകൾ നന്നാക്കി കൊടുത്തു. കുട്ടികളോട് സ്നേഹപൂർവ്വം വർത്തിച്ചു. എല്ലാ അംഗങ്ങളെയും സ്നേഹിച്ചിരുന്നു. മരണപ്പെട്ടപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ അഗ്രികൾച്ചർ വിഭാഗത്തിലെ നിരവധി പ്രൊഫസർമാർ വന്നിരുന്നു. ഈ വകുപ്പിലെ ഇൻചാർജ് പ്രൊഫസർ ഡോക്ടർ ഇബ്രാഹിം സാഹിബ് പറയുന്നു, പരേതൻ വളരെയേറെ വിനയാന്യതനും വിശ്വസ്തനുമായ മനുഷ്യനായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ പാപ്പ ബോണർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇതൊരു ഫ്രഞ്ച് പദമാണ്. അതിൻ്റെ അർത്ഥം എല്ലാവർക്കും അനുഗ്രഹം നൽകുന്നവനെന്നാണ്. ആവശ്യക്കാർക്ക് എന്താണോ പോക്കറ്റിലുള്ളത് അതെടുത്തു കൊടുത്ത് സഹായിക്കുമായിരുന്നു. ആരെയും വെറും കൈയോടെ വിടുമായിരുന്നില്ല. അള്ളാഹുൽ വളരെയേറെ തവക്കുൽ ചെയ്യുമായിരുന്നു. ഇസാഖ് ദാവൂദ് സാഹിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മസീമോദ് അലി ഇസ്ലാമിനെയും ഖിലാഫത്തിനെയും അളവറ്റ് സ്നേഹിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നുവെന്നാൽ അദ്ദേഹം ഇങ്ങനെ ദുആ ചെയ്തിരുന്നു: അള്ളാഹുവെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് 63 വയസ്സാണ് ഉണ്ടായിരുന്നത്. എനിക്ക് അതിനേക്കാളും ആയുസ് നൽകരുത്. ഫ്രാൻസിൽ ഹാർട്ട് സർജറിക്ക് വേണ്ടി പോയിരുന്നു. ഹൃദ്രോഗിയായിരുന്നു. അദ്ദേഹം കയ്യിൽ അലീസല്ല എന്ന മോതിരം അണിഞ്ഞിരുന്നു. ഡോക്ടർ അത് അഴിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ മോതിരം അഴിക്കരുത്, ഇത് മരണം വരെയും എന്നോടൊപ്പം ഉണ്ടാകും. അള്ളാഹുവിന്റെ ഈ അനുഗ്രഹത്തെ തന്നെയാണ് ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ആക്ടിംഗ് അമീറായ മുബല്ലിഗ് ഇൻചാർജ് മിയാ ഖബർ സാഹിബ് പറയുന്നു, ഞാൻ പൊറോക്കോയിൽ റീജിയണൽ മുബല്ലിഗായിരുന്നപ്പോൾ അദ്ദേഹം ശമ്പളം കിട്ടിയ ഉടൻ തന്നെ തന്റെ വസിയത്തും മറ്റ് ചന്തകളും ഒരു കവറിലിട്ട് ഏറ്റവും ആദ്യം മസ്ജിദിൽ വന്ന് എൻ്റെ റസീദ് മുറിക്കുക എന്ന് പറയുമായിരുന്നു. എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു. എല്ലാ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു: ഞാൻ ദുആ ചെയ്യുന്നുണ്ട്, കാലത്തിന്റെ ഖലീഫയ്ക്കും ദുആക്ക് വേണ്ടി എഴുതുന്നുണ്ട്. അള്ളാഹു എളുപ്പമുണ്ടാക്കി തരുന്നതാണ്. സന്തപ്ത കുടുംബത്തിൽ ഭാര്യയെ കൂടാതെ 2 പെൺമക്കളും 2 ആൺമക്കളുമുണ്ട്. മൂത്ത മകൾ മുക്സത്ത ദാവൂദ അഗ്രികൾച്ചറിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്നു. 2 ആൺമക്കളും റക്കീബ് ദാവൂദയും മസ്രൂർ ദാവൂദയും കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു ഈ കുട്ടികൾക്കും പിതാവിന്റെ കാൽപ്പാടുകൾ പിന്തുടരാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു പരേതനോട് ഓർമ്മയോടെയും കരുണയോടെയും പെരുമാറട്ടെ. പദവികൾ ഉയർത്തുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ജനാസ നമസ്കാരം ഉണ്ടായിരിക്കുന്നതാണ്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم
ولذكر الله أكبر.